നമസ്കാരം. വനമന്ത്രി എ കെ ശശീന്ദ്രനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ NCPയിൽ വലിയ നീക്കങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ പാർട്ടിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാണ് പാർട്ടി നീക്കം. എന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ MLA സ്ഥാനം രാജിവെക്കും എന്ന കടുത്ത നിലപാടിലാണ് എ കെ ശശീന്ദ്രൻ. തോമസ് കെ തോമസിനെ ഒരു വർഷത്തേക്കെങ്കിലും മന്ത്രിപദവിയിൽ നിർത്തണമെന്ന് NCPയുടെ പല ജില്ലാ ഭാരവാഹികളും ആവശ്യമുയർത്തിയിട്ടുണ്ട്. എന്നാൽ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ MLA സ്ഥാനവും ഒഴിയുമെന്ന എ കെ ശശീന്ദ്രൻ്റെ നിലപാട് പാർട്ടിയെ തലവേദനയിലാക്കുന്നുണ്ട്. വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടുമെന്നും റിപ്പോർട്ടുണ്ട്. മന്ത്രിസ്ഥാനം മാറ്റുന്നത് സംബന്ധിച്ച വിലയിരുത്തലുകൾക്കായി കഴിഞ്ഞ ദിവസം NCP ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗം കൊച്ചിയിൽ വിളിച്ചു ചേർത്തിരുന്നു. അതിൽ 9 ജില്ലകളിൽ നിന്നുള്ള അധ്യക്ഷന്മാരും ശശീന്ദ്രനെ മാറ്റണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇക്കാര്യം PC ചാക്കോ കേന്ദ്ര നേതൃത്വത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അറിയിച്ചു. NCPയിൽ മന്ത്രിമാറ്റ ചർച്ചകൾ സജീവമായിരിക്കെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തിയത്. കുട്ടനാട് MLAയും അന്തരിച്ച മുൻ MLA തോമസ് ചാണ്ടിയുടെ സഹോദരനുമായ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നാണ് ചാക്കോയുടെ നിലപാട്. പാർട്ടിയിലെ ചർച്ചകളാണ് ചാക്കോ മുഖ്യമന്ത്രിയെ അറിയിച്ചത് എന്നാണ് NCP വൃത്തങ്ങൾ പറയുന്നത്. മന്ത്രിസ്ഥാനം NCPയുടെ ആഭ്യന്തരകാര്യമാണെന്ന് മുഖ്യമന്ത്രി PC ചാക്കോയെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രിസ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടിൽ എ കെ ശശീന്ദ്രൻ ഉറച്ചു നിൽക്കുകയുമാണ്. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായാൽ ഇദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചാൽ അത് മുന്നണിക്ക് ക്ഷീണമാകും എന്ന റിപ്പോർട്ടുമുണ്ട്. ചർച്ചയ്ക്ക് വന്ന പാർട്ടി നേതാക്കളോടും ശശീന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ തന്നെ ശശീന്ദ്രന് പകരം തന്നെ മന്ത്രിയാക്കണം എന്ന ആവശ്യവുമായി കുട്ടനാട് MLA തോമസ് കെ തോമസ് പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. 2.5 വർഷം കഴിഞ്ഞ് മാറണം എന്ന ഉപാധി വയ്ക്കുകയും ചെയ്തു. എന്നാൽ അതിനും എ കെ ശശീന്ദ്രൻ വഴങ്ങിയിട്ടില്ല. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെയും മുതിർന്ന നേതാക്കളുടെയും പിന്തുണയായിരുന്നു ശശീന്ദ്രൻ്റെ പിടിവള്ളി. അടുത്തിടെ ശശീന്ദ്രൻ ക്യാമ്പിനെ ഞെട്ടിച്ച് തോമസ് കെ തോമസുമായി PC ചാക്കോ അടുക്കുകയായിരുന്നു. ഇതോടെയാണ് തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള നീക്കം ഘടിപ്പിച്ചത്. ഭൂരിപക്ഷം ജില്ലാ അധ്യക്ഷന്മാരുടെ പിന്തുണ കൂടി നേടിയാണ് ശശീന്ദ്രനെതിരായ തോമസ് കെ തോമസിൻ്റെ പടയൊരുക്കം. പാർട്ടിയിൽ ഇങ്ങനെ ചർച്ചകളൊന്നുമില്ല എന്നാണ് എന്നാൽ എ കെ ശശീന്ദ്രൻ പറയുന്നത്. വനമന്ത്രി സ്ഥാനത്ത് എ കെ ശശീന്ദ്രൻ ഇരിക്കുമ്പോൾ തന്നെ നിരവധി വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ പല ജനവാസ മേഖലകളിലും വന്യമൃഗങ്ങൾ കയറി ആക്രമിക്കുകയും ജനങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന അനവധി സംഭവങ്ങളാണ് വയനാട്, ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ ഉണ്ടായത്. ഈ വിഷയത്തിൽ വനമന്ത്രി കാര്യമായി ഇടപെടുന്നില്ല, വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ എ കെ ശശീന്ദ്രനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. PC ചാക്കോ NCPയുടെ സംസ്ഥാന അധ്യക്ഷനായതു മുതൽ തന്നെ NCPയിൽ വലിയ കലാപമാണ് നടക്കുന്നത്. അതുവരെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ പോയിരുന്ന NCP എന്ന ദേശീയ പാർട്ടി ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ വലിയ ഒരു സ്ഥാനമാനങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിലും ദേശീയ തലത്തിൽ NCP വലിയ ഒരു പാർട്ടി തന്നെയാണ്. ഈ വിഷയത്തിൽ പാർട്ടി അധ്യക്ഷൻ ശരത് പവാറിൻ്റെ തീരുമാനമായിരിക്കും അന്തിമമായിട്ടുണ്ടായിരിക്കുക എന്നാണ് PC ചാക്കോ പറയുന്നത്. ഈ വിഷയങ്ങളടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി PC ചാക്കോ സംസാരിച്ചു. തോമസ് കെ തോമസ് തന്നെ മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എ കെ ശശീന്ദ്രൻ MLA സ്ഥാനം രാജിവെക്കുമെന്ന ഭീഷണി ഇടതുമുന്നണിക്ക് വലിയ തലവേദനയായിരിക്കുകയാണ്.